ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സൂര്യ പവർ ഓഫ് അറ്റോർണി ഫുള്ളായിട്ട് ഇനി നന്ദിനിയുടെ പേരിൽ എഴുതി വെക്കുന്ന ആ ഒരു സംഭവമാണ് കേട്ടോ ഇനി നടക്കാൻ പോകുന്നത്. പത്മ ആ വീട്ടിൽ ആരും ഇല്ലാതായി പോവാണ്. കാരണം തൻ്റെ സ്വന്തം അമ്മ തന്നെയാണ്, തൻ്റെ പെറ്റമ്മ തന്നെയാണ്. പക്ഷേ ഈ പാവപ്പെട്ടവരെ ഈ പുച്ഛിക്കുന്ന സ്വഭാവമുണ്ടല്ലോ, തോട്ടത്തിൽ തേങ്ങ പെറുക്കുന്ന ആൾ, അതുപോലെ വേലക്കാരി എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഒരുപാട് അപമാനിക്കുകയാണ് കേട്ടോ. അത് സൂര്യക്ക് താങ്ങില്ല. കാരണം സൂര്യ പ്രാണനെ പോലെ നന്ദിനിയെ സ്നേഹിച്ചു തുടങ്ങുന്ന ആ ഒരു അവസ്ഥയിലോട്ട് എത്താണ്. നന്ദിനി ഇല്ലാതെ സൂര്യക്ക് കഴിയില്ല എന്നുള്ള ആ ഒരു അവസ്ഥയിലോട്ട് എത്തുന്ന ആ കിടുക്ക രംഗമാണ് കേട്ടോ ഇനി നമുക്ക് മുന്നിൽ വരാനിരിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു റിവ്യൂ ആണ് കേട്ടോ പറയുന്നത്. അതിനുള്ള കാരണവും ഈ പറയുന്ന പത്മ തന്നെയാണ്. അങ്ങനെ സൂര്യക്ക് ഒരു അപകടം പറ്റുകയാണ്. ഈ അപകടം പറ്റുമ്പോൾ സൂര്യയിൽ നിന്നും നന്ദിനിയെ വേർപിരിക്കാനുള്ളൊരു ശ്രമം പത്മയും ഇന്ദ്രജയും വേദയും വിജയും കൂടി നടത്തുകയാണ്. ഇതേ സമയം നന്ദിനിക്കാണെങ്കിൽ സൂര്യയെ കാണാതെ പറ്റത്തില്ല. നന്ദിനി ഒരുപാട് ശ്രമിക്കും സൂര്യയെ കാണാൻ വേണ്ടി, പക്ഷേ സൂര്യയെ കാണിച്ചു കൊടുക്കില്ല കേട്ടോ. സൂര്യക്കാണെങ്കിലോ ഇവർ നേരത്തിന് മരുന്ന് കൊടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് സ്ലീപ്പിംഗ് ഗുളിക കൊടുത്തിട്ട് സൂര്യയെ കിടത്തി ഉറക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് തന്നെ സൂര്യ പല പ്രാവശ്യങ്ങളായി നന്ദിനിയെ വിളിക്കുമ്പോഴേക്കും സൂര്യക്ക് ഈ മരുന്ന് കൊടുത്ത് കിടത്തുകയാണ്. കാരണം താൻ കഴിക്കേണ്ട മരുന്നാണെന്ന് കരുതി സൂര്യ അതൊക്കെ കഴിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ യാതൊരു വിധത്തിലും 2-3 ദിവസമൊക്കെ നന്ദിനിയെ കാണാതെ താൻ അവിടെ പിടിച്ചു നിൽക്കും. തൻ്റെ അച്ഛനും അവിടെ ഇല്ല. അച്ഛനെ ഇപ്പോഴത്തെ ഈ ഒരു കമ്പനി പുതുതായിട്ട് ഇവർക്കൊരു ഒരു കാര്യം വരുന്നുണ്ട്, അതായത് ഒരു ബിസിനസ് കാര്യം വരുന്നുണ്ട്. അതിനെ ചൊല്ലി ഡൽഹിയിലോട്ട് പോകേണ്ടി വന്നു കേട്ടോ യതീന്ദ്രന്. അതുകൊണ്ട് യതീന്ദ്രനും ഇല്ല. രാജു ആണെങ്കിലോ രാജുവിൻ്റെ വീട്ടിലൊരു മരണം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് കള്ളം പറഞ്ഞ് രാജുവിനെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നൊക്കെ ആയിരിക്കും സൂര്യയോട് നുണ പറഞ്ഞിട്ടുണ്ടാവുക. നന്ദിനിയുടെ നാട്ടിലോട്ട് പോയി. നന്ദിനിയുടെ മുത്തശ്ശിക്ക് വയ്യ എന്നും പറയൂ കേട്ടോ. ആരുടെ ഫോണിലോട്ട് വിളിച്ചാലും കിട്ടത്തില്ല. അങ്ങനെ മൊത്തത്തിലാകെ സൂര്യ പെട്ടിരിക്കുകയാണ്. ഇതേ സമയം രാജു വീട്ടിലുണ്ട്, ഈ പറയുന്ന നന്ദിനി വീട്ടിലുണ്ട്. നന്ദിനിയെ അടിച്ചു പുറത്താക്കാൻ പത്മ വേണ്ട ശ്രമങ്ങളൊക്കെ നടത്തും. പക്ഷെ നന്ദിനിയാണെങ്കിലോ നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി, ഈ താലി കഴുത്തിൽ കിടക്കുന്നിടത്തോളം സൂര്യ സാർ എന്നെ കാണാതെ, സൂര്യ സാറിനോട് ഞാൻ പറയാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പോവില്ല. അതിനിത് എൻ്റെ വീടാണ്, നീ എന്നെ ഇവിടെ നിർത്തില്ല. ആയിക്കോട്ടെ, ഞാൻ ഈ മുറ്റത്തോ അല്ലെങ്കിൽ ഗേറ്റിന് വെളിയിലോ നിന്നോളാം എന്ന് നന്ദിനി പത്മയുടെ മുഖത്തടിച്ച് പറയാണ്. അപ്പോൾ ഇതിന് മുന്നേ പത്മയുടെ ഇന്ദ്രജയുടെ ഒക്കെ മുഖത്തടിക്കുന്ന ആ രംഗമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ പറയാവേ. അങ്ങനെ നന്ദിനി യാതൊരു വിധത്തിലും നന്ദിനിക്ക് യാതൊരു സമാധാനവും കൊടുക്കില്ല. പിന്നീട് സൂര്യ തൻ്റെ കാലിൽ മുറിവുണ്ട് എന്നൊന്നും നോക്കില്ല. താൻ ആ അപകടത്തിൽ പെട്ട് കിടക്കുന്ന സൂര്യ അവിടെ നിന്ന് എണീറ്റ് നന്ദിനിയുടെ അരികത്തോട്ട് ഓടിയെത്താണ്. അങ്ങനെ ഇവരുടെ ഒരു കെട്ടിപ്പിടുത്തൊക്കെ ഉണ്ട് കേട്ടോ. കാണാതെ ഇരുന്നിട്ട് 2-3 ദിവസം കാണാതെ ഇരുന്നിട്ട് ഇവർ തമ്മിൽ കാണുന്ന ആ കെട്ടിപ്പിടുത്തം ഒന്ന് കാണേണ്ടത് തന്നെയാണ് കേട്ടോ. അങ്ങനെ ഇവർ രണ്ടാളും മതിമറന്ന് രണ്ടാളും കെട്ടിപ്പിടിക്കുകയാണ്. ഇന്ദ്രജ, വേദ, വിജയ്, പത്മക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഉണ്ടായ കാര്യങ്ങൾ എന്തെന്ന് അറിയാൻ വേണ്ടി സൂര്യ രാജുവിനെ വിളിക്കുകയാണ്. രാജുവിനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ്. രാജു പറയാണ്, നന്ദിനി ഒരുപാട് ബുദ്ധിമുട്ടും വേദനയും യാതനയും ഇവിടെ സഹിച്ചു. നന്ദിനിയെ വെളിയിൽ പോലും കിടത്തി. നന്ദിനി അകത്ത് കയറി കിടക്കാൻ പോലും സമ്മതിച്ചില്ല. പിന്നീട് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ബുദ്ധിമുട്ട് വരുമെന്ന് മനസ്സിലാക്കി അവർ ഭക്ഷണത്തിന് വേണ്ടി നന്ദിനിയെ ഉള്ളിലോട്ട് കയറ്റി. അങ്ങനെ ഒരു അടുക്കളക്കാരിയെ പോലെ അടുക്കളയിൽ കിടത്തി. നന്ദിനിയോട് ശബ്ദിക്കാനാവാതെ സൂര്യ വിളിക്കുമ്പോൾ, സാറ് വിളിക്കുമ്പോഴൊന്നും വിളി കേൾക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് സാറിൻ്റെ അമ്മയും ഇന്ദ്രജയും വേദയും വിജയും കൂടിയിട്ട് നന്ദിനിയെ ഒരു വാക്ക്, ഒരു നോക്ക് കാണാൻ പോലും സമ്മതിക്കാതെ അങ്ങനെ നന്ദിനി ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. സൂര്യ സാറിനെ കാണാത്തത് കൊണ്ട് തന്നെ നന്ദിനി എത്രയോ കരഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ സൂര്യ സാറിനെ കാണാൻ വേണ്ടി ഒരു ദിവസം ആരും അറിയാതെ ഒരു 2 മണി 3 മണി സമയത്ത് എല്ലാവരും ഉറങ്ങിയതിന് ശേഷം ഈ വിൻഡോയിലൂടെ ഇങ്ങനെ വന്ന് നന്ദിനിയെ കൊണ്ട് നോക്കിച്ചത് എന്ന് പറയട്ടോ. അപ്പോൾ സൂര്യ പറയണ അത് നന്നായി എനിക്ക് ഓർക്കുന്നു. ഞാൻ പെട്ടെന്ന് അങ്ങോട്ടേക്ക് കണ്ണ് വെട്ടിച്ചപ്പോൾ എനിക്കവിടെ നന്ദിനി നിൽക്കുന്നത് പോലെ തോന്നി. പക്ഷെ അപ്പോൾ തന്നെ അവിടുന്ന് മാഞ്ഞു പോയതുപോലെയും തോന്നി. അപ്പോൾ രാജു പറയണ് അത് മാഞ്ഞതല്ല, നന്ദിനി മാറിയതാണ്. കാരണം സൂര്യ സാറ് നന്ദിനിയെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും പത്മ മേഡം നന്ദിനിയെ എന്തെങ്കിലും ചെയ്യും. ഈ വീട്ടിൽ ആരും തന്നെ ഇല്ലാത്ത സ്ഥിതിക്ക് നന്ദിനിയെ ആർക്കും എന്തും ചെയ്യാലോ. അതുകൊണ്ട് തന്നെ യതീന്ദ്ര സാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആവായിരുന്നു. അപ്പോൾ രാജുവേട്ടൻ്റെ വീട്ടിൽ മരിച്ചു എന്ന് പറയുന്നത്, എൻ്റെ വീട്ടിൽ മരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ ഫോണിന് എന്ത് പറ്റി? എൻ്റെ ഫോണ് പത്മ മേഡം വാങ്ങി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ കേൾക്കുന്ന
സൂര്യക്ക് അടിമുടി കയറുകയാണ് കേട്ടോ. അപ്പോൾ നന്ദിനിയുടെ ഫോണൊന്ന് ചോദിക്കുകയാണ്. നന്ദിനിയുടെ ഫോണും പത്മ മേഡം സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേ സമയം താൻ ആകെ സങ്കടം തോന്നുകയാണ്. നന്ദിനിയുടെ ആ അവസ്ഥ, മുറ്റത്ത് തണുത്ത് വെറുങ്ങലിച്ച് കിടക്കുന്നത് കണ്ട് മോനെ ഞാൻ കൂട്ടിന് കിടന്നിട്ടുണ്ട് എന്നൊക്കെ രാജു ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. ഇതെല്ലാം കേൾക്കുന്ന സൂര്യക്ക് സങ്കടം സഹിക്കില്ല കേട്ടോ. ഇത്രയും വേദനയും യാതനയും എൻ്റെ ഭാര്യ അവൾ സഹിച്ചില്ല എന്നെ കാണാൻ എന്നുള്ള ആ ഒരു തോന്നൽ സൂര്യയുടെ ഉള്ളിൽ വരികയാണ്. പിന്നീട് സൂര്യ പ്രാണനെ പോലെ നന്ദിനിയെ സ്നേഹിക്കുകയാണ്. പിന്നീട് അവിടുന്ന് അങ്ങോട്ട് സൂര്യക്ക് നടക്കാൻ കഴിയില്ല. സൂര്യയുടെ 2 കാലിൽ ഇന്ദ്രജയായിരിക്കും ഈ പണിയൊക്കെ ഒപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വേറൊരു ദിവസം റിവ്യൂ പറയാം കേട്ടോ. അങ്ങനെ ഇന്ദ്രജ കാലിനടിയിൽ പൊള്ളിച്ചത് കൊണ്ട് തന്നെ സൂര്യക്ക് നടക്കാനാവില്ല. അങ്ങനെ നന്ദിനി സൂര്യയെ നടത്തിച്ചും തൻ്റെ കാലിൽ ചവിട്ടി അങ്ങനെ സൂര്യയെ നടക്കണം, അല്ലെങ്കിൽ തൻ്റെ കാലിൻ്റെ ശേഷി നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ എക്സസൈസ് വേണം, ഒരടിയൊക്കെ നടക്കണം, പക്ഷെ നിലത്ത് കാല് കുത്താൻ പാടില്ല. ഷാളൊന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നടന്നിരിക്കണം എന്നും ഡോക്ടർ പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ അത് വിചാരിച്ച് സൂര്യയെ നന്ദിനി തന്നെ തൻ്റെ കാലിൽ സൂര്യയോട് ചവിട്ടാൻ പറഞ്ഞ് സൂര്യയെ പതിയെ പതിയെ ഓരോ അടി കോണിൽ ഈ സ്റ്റെയറിൻ്റെ ഹാൻഡ് റെയിൽ ആ ഭാഗത്ത് വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ട് നന്ദിനി എങ്ങനെയൊക്കെയോ സൂര്യയെ നടത്തിക്കും. ഭക്ഷണം മാറിക്കൊടുത്തും കുളിപ്പിച്ചും ഡ്രസ്സ് മാറ്റിയും അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഒരു പാവം പെണ്ണ് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല, സ്നേഹം പോലും പ്രതീക്ഷിക്കുന്നില്ല, ചെയ്യുന്ന പണിയോടുള്ള ആത്മാർത്ഥത അതൊക്കെ വല്ലാതെ അങ്ങ് മനസ്സിൽ സൂര്യയുടെ തട്ടിപ്പോവാണ്. പിന്നീട് സൂര്യ ആരും അറിയാതെ ഏറ്റവും വലിയ പണി പത്മ ഇരിക്കുന്ന ആ കസേര, എൻ്റെ അമ്മ ഇരിക്കുന്ന ആ കസേര, ബിസിനസ് സാമ്രാജ്യത്തിലെ മഹാറാണി എന്ന ആ പദവി അത് തട്ടിത്തെറിപ്പിക്കണം. എന്നിട്ട് ഈ വീട്ടിലെ വീട്ടുവേലക്കാരി, തോട്ടക്കാരി, തേങ്ങ പെറുക്കുന്നവൾ എന്നൊക്കെ പറയുന്ന ആ പേര് മാറ്റി നന്ദിനി വലിയൊരു ലെവലിലോട്ട് എത്തിക്കണമെന്നുള്ള വാശിയാവാണ് കേട്ടോ. അങ്ങനെ പത്മയാണെങ്കിലോ കമ്പനിയിൽ ചെല്ലുമ്പോൾ എന്തിനും ഏതിനും അവിടെ വിവേകാണല്ലോ, അതായത് സൂര്യയുടെ കൂട്ടുകാരൻ വിവേകാണ് എല്ലാ ഒത്താശയും ചെയ്തു കൊടുക്കുന്നുള്ളത് വിജയ് പറഞ്ഞു കൊടുക്കും. അത് നന്നായി പത്മക്കും അറിയാം, ഇന്ദ്രജയും കുത്താനുണ്ടല്ലോ പിറകിൽ. അങ്ങനെ ഈ സത്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത് സഹിക്കില്ല. അങ്ങനെ നീ ഇവിടെ നിന്നും പോകണം, നിനക്കിനി ഈ ഓഫീസ് ജോലിയില്ല, നീ പോകണം എന്ന് പറഞ്ഞിട്ട് വിവേകിനെ പറഞ്ഞു വിട്ടിരിക്കുന്നു കേട്ടോ. വിവേക് ഭയങ്കര സങ്കടത്തോടു കൂടി പോകുന്ന സമയത്താണ് പത്മ ആ ഒരു കമ്പനിയിൽ താൻ ഇരിക്കുന്ന പോസ്റ്റിൽ തൻ്റെ മേശപ്പുറത്തിരിക്കുന്ന നെയിം ബോർഡ് തൻ്റെ കണ്ണിൽ യാദൃശികമായി പെടുന്നത്. അപ്പം കാണാം അതിൽ എഴുതി വെച്ചിരിക്കുന്നത് നന്ദിനി സൂര്യ CEO എന്നുള്ള ആ ഒരു നെയിം ബോർഡായിരിക്കും. ഇത് കാണുന്ന വിജയ് ആൻറ്റി ഇത് കണ്ടോ എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ നെയിം ബോർഡ് എങ്ങനെ മാറി? ഇവിടെ പത്മയുടെ പേരായിരുന്നു, CEO പത്മയാണല്ലോ, ഇതാര് മാറ്റിയെന്ന് ചോദിച്ചിട്ട് ആനന്ദിനെ വിളിക്കുകയാണ്. ആനന്ദ് വരികയാണ്. ആനന്ദ് പറയുന്നത് സൂര്യ സാറാണ് പറഞ്ഞത്. അപ്പോഴേക്കും ആര് എന്ത് അധികാരത്തിൻ്റെ പുറത്താണ് ഇത് ചെയ്തത്? അല്ല സൂര്യ സാർ പറഞ്ഞാൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല മാഡം എന്ന് പറഞ്ഞിട്ട് മാഡം പുറത്തിറങ്ങുമ്പോൾ താൻ കാണുന്ന കാഴ്ച നന്ദിനി വീൽചെയറിലിരുത്തി സൂര്യയെ കൊണ്ടുവരുന്ന ഒരു രംഗാണ്. ആ സമയം പത്മക്ക് കൊണ്ട് അടിമുടി കയറുകയാണ്. തൻ്റെ സ്റ്റാഫുകൾ ഉണ്ടെന്ന് നോക്കില്ല. എടാ നീ ആർക്ക് വേണ്ടിയാണ് ഈ തോട്ടത്തിൽ തേങ്ങ പെറുക്കുന്നവളെ പിടിച്ചിട്ട് നീ CEO ആക്കിയിരിക്കുന്നത്? അടുക്കളക്കാരിക്ക് ഉപ്പുമുളക് ഇടുന്നത് പോലെ ഈ CEO പോസ്റ്റിൽ ഇരുത്തി കഴിഞ്ഞാൽ അവൾക്ക് വല്ല കടലാസുകളും അറിയോ? ആ കടലാസുകൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് അവൾക്ക് അറിയാൻ പറ്റുമോ? അപ്പോൾ ഇതൊക്കെ കേൾക്കുന്ന സൂര്യക്കങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. സൂര്യ പറയാണ്, നിങ്ങൾ എപ്പോഴും എല്ലാവരെയും പുച്ഛിച്ചും കൊണ്ടാണ്, നിങ്ങൾ മാത്രം ബിസിനസ്സിലെ മഹാറാണിയാണ്, നിങ്ങൾക്ക് മാത്രമല്ലേ കഴിവുള്ളൂ, പണം ഉണ്ടെങ്കിൽ എന്തും ചെയ്യാൻ പറ്റത്തുള്ളൂ, ബിസിനസ് ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസം വേണം എന്നുള്ളതൊക്കെ എങ്ങനെ ഭൂമിയിലോട്ട് വരുമ്പോൾ നിങ്ങളിതെല്ലാം പഠിച്ചിട്ടാണ് വന്നത്? അതൊക്കെ ഓരോരുത്തർ സാഹചര്യത്തിലൂടെ പഠിക്കുന്നതാണ്. നന്ദിനി നിങ്ങളെയൊക്കെ വലിയ മഹാറാണിയായി മാറും, അത് ഞാൻ മാറ്റും. നന്ദിനി വാഴ്ത്തപ്പെട്ടവളാവും, അത് ഞാൻ കാണിച്ചു തരാം. എൻ്റെ അച്ഛനിങ്ങ് വന്നോട്ടെ, ഇനി എൻ്റെ എല്ലാ സ്വത്തുക്കളും എന്തിന് ഈ അളകനന്ദയിലെ എല്ലാ സ്വത്തുക്കളും അത് പവർ ഓഫ് അറ്റോർണി ഇനി നന്ദിനിക്ക് എഴുതി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ പത്മ ഒരു തരം ഭ്രാന്തിയെ പോലെ ഇറങ്ങി ഓടാൻ കേട്ടോ. അപ്പോൾ ആ ഒരു കിടുക്കൻ സീനാണ് ഇനി നമുക്ക് മുന്നിൽ കാണാനിരിക്കുന്നത്.